ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഓഫീസിൽ വെച്ച് നടന്ന ഒരു ഇഫ്താർ പാർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, ചുറ്റോറും ഫുൾ പാടൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിനോട് ചേർന്നിട്ട് ഒരു വാക്ക് വേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് കേട്ടോ ഈ ഇഫ്താർ പാർട്ടി നടന്നത്. സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. മാലവെളുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ബാക്കി സ്നാക്സും മെയിൻ ഫുഡൊക്കെ ആ ഒരു ടൈം ആകുമ്പോൾ അവിടേക്ക് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ ഫ്രണ്ട്സൊക്കെ കൂടെ തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് എടുക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാവരും അവരുടെ ഓരോ പണിയിൽ ബിസിയാണ്. അപ്പോൾ 4 പിടിച്ചാലാണ് ഒരു 5:30-6 മണി ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 5:30 ആയപ്പോൾ ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് വോക്ക് വേയിലേക്ക് പോവുകയാണ്. ഞാൻ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അങ്ങനെ കുറച്ച് പേരും കൂടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പതുക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ നല്ല വ്യൂ ആണെന്നുള്ളത്. മാലവെളുപ്പും കാര്യങ്ങളും ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് നൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയും ടൈം ഉണ്ടായിരുന്നു, ഒരു 6 മണി 6:30 ആവണമല്ലോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ ശരിക്കും. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്നൊക്കെ എന്നെ ടോളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതുപോലെ തന്നെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ്. ഓഫീസിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കൊണ്ടുവന്നിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഞാൻ അതൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ആരും അങ്ങനെ മാറി നിൽക്കണമെന്നില്ല കേട്ടോ, എല്ലാവരും കൂടെ അങ്ങോട്ട് ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പ്ലേറ്റിൽ സെറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് സ്നാക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണത്, കുറച്ച് പേര് ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ കൂടെ ഒരു ബഹളമായിരുന്നു. ഞാനും എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് സ്നാക്സ്. കഴിക്കാൻ കൊണ്ടുപോകുന്നതല്ല കേട്ടോ, അത്ര നേരം വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊന്നും ഹെൽപ്പ് ചെയ്യണ്ടേ കാര്യങ്ങളിലൊക്കെ. എല്ലാവരും അവിടെ ഇരുന്നു. അങ്ങനെ ടൈം ആയിട്ടുണ്ട്, വാങ്ങി വിളിച്ച് അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് കാര്യത്തിലോട്ട് കടന്നു. ഞങ്ങളവിടെ അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ജ്യൂസിൽ അങ്ങോട്ട് തുടങ്ങി ഒരു ചേസൊക്കെ പറഞ്ഞ്. സ്നാക്സ് ഐറ്റംസിൽ ആദ്യം ട്രൈ ചെയ്തത് സമൂസ ആയിരുന്നു കേട്ടോ. ചിക്കൻ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ടാവും. നിസ്കരിക്കാനൊക്കെ കുറച്ച് പേര് പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബിരിയാണി ഇവിടെ എത്തിക്കഴിഞ്ഞു മക്കളെ. ഞങ്ങളുടെ ഓഫീസിലെ സാറന്മാർ ബിരിയാണി സെക്ഷൻ കണ്ട് ഏറ്റെടുത്തു. അപ്പോൾ അവർ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു തിരക്കിലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പാടത്തിൻ്റെ വ്യൂവും ആ മാലബൾബും ഒക്കെ കൂടെ ഒരു റിസോർട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ നടത്തുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അത്രയ്ക്ക് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ഞാനെൻ്റെ പ്ലേറ്റൊക്കെ പിടിച്ചപ്പോൾ അതൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഫുഡിൻ്റെ ഉദ്ഘാടനം കഴിച്ച ഞാനാണ് അവിടെ നിന്ന് ഫസ്റ്റ് പോയിട്ട് ഫുഡ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 1-2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ നടന്നു വരുമ്പോൾ അവരെല്ലാവരും കൂടെ എന്തൊക്കെ പറഞ്ഞ് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ കൊലച്ചെടിയാണ് ആ കാണുന്നത്. ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, ഫ്രണ്ടൽ ലോജിസ്റ്റിക്സിലാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നടന്ന ഇഫ്താർ പാർട്ടി അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക്